ഇവിടെ വന്നുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ? ശ്രീകണ്ഠൻ MP ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന പേര്. ഇയാൾ MP ആണെന്ന് അറിഞ്ഞതിന് നന്ദി. ഞാൻ ഒരു ദിവസം 6 പത്രം വായിക്കുന്ന ആളാണ്. ഒരു ദിവസം വാർത്തകളും വായിക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരു MP പാർലമെന്റിൽ സംസാരിച്ചതായി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ അയാൾ ഇവിടെ നിൽക്കുന്നത്? ആരെ വളർത്താനാണ് അങ്ങേര് മത്സരിക്കുന്നത്? അങ്ങേര് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾ ചോദിക്കണം. തന്നെ ഞങ്ങൾ വോട്ട് തന്ന് വിട്ട് വിജയിപ്പിച്ചാണ്. 3 ലക്ഷത്തിനോട് വോട്ട് തന്ന് ജയിപ്പിച്ച് വിട്ടതല്ലേ? താൻ അവിടെ പോയി ചൊറി കുത്തിയിരിക്കുകയായിരുന്നോ? പാർലമെന്റിൽ പോയി ഒന്ന് ചോദിച്ചാലെന്താ നിങ്ങൾക്ക്? ആള് വരുമ്പോൾ വോട്ടും ചോദിച്ചോണ്ട് വരുമ്പോൾ ഒരു മടിയില്ലാതെ ചോദിക്കണം, തനിക്ക് എന്തായിരുന്നു പണി? ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞു. ഞാൻ പിന്നെയും കൃഷ്ണകുമാറിനോട് ചോദിച്ചിട്ട് ശ്രീകണ്ഠൻ എഴുതി വെച്ചോണ്ടാണ് കയറി വന്ന്. എന്റെ വായി തെറ്റുപറ്റിയാലോ? എന്തിനിങ്ങനെ ഒരു MP നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ 1 രൂപയുടെ ആനുകൂല്യമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അയാളെ ഒന്ന് അറിയിച്ചേ. എനിക്കൊരു വിരോധവുമില്ല. ആലോചിച്ച് എന്തൊരു ഗതി ചെയ്ത്. പിന്നെ ചാടി പോരോ നിൽക്കണമെന്നും പറഞ്ഞു. നിൽക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? അതുപോലെ തന്നെ അടുത്ത സ്ഥാനാർത്ഥി വിജയരാഘവൻ CPM-നകത്ത് ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട ഒരു നേതാവിനെ കൊണ്ട് പാലക്കാട്ടിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സ്ഥാനത്താണ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല പാലക്കാട് ജില്ലയുടെ തന്നെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അനുദിനമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണകുമാറിനെ തന്നെ NDA സഖ്യം BJP സ്ഥാനാർത്ഥിയാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.